തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം സ്വകാര്യ ക്ലബിന് 5 വർഷത്തേക്ക് കൈമാറാനുള്ള കൗൺസിൽ തീരുമാനം ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കാമെന്ന് മേയർ എം കെ വർഗീസ് അറിയിച്ചു. തീരുമാനത്തിൽ തനിക്ക് ആശങ്കയില്ലെന്നും അദ്ദേഹം കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. രാഷ്ട്രീയ പാർട്ടികളുടെയും കായിക താരങ്ങളുടെയും യോഗം വിളിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യമാണ് മേയർ അംഗീകരിച്ചത്. കോർപ്പറേഷൻ സ്റ്റേഡിയം സൂപ്പർ ലീഗിന് വിട്ടുകൊടുക്കുമ്പോൾ ആശങ്കകളുണ്ടെന്ന് കോൺഗ്രസിലെ ജോൺ ഡാനിയൽ പറഞ്ഞു. യോഗം വിളിച്ച് തീരുമാനമെടുക്കുന്നതുവരെ ഗ്രൗണ്ട് കൈമാറ്റം മരവിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. അഴിമതിക്ക് വഴിവെക്കുന്നതാണ് പാലസ് ഗ്രൗണ്ട് കൈമാറ്റമെന്ന് BJP അംഗം N പ്രസാദ് കുറ്റപ്പെടുത്തി. കൗൺസിൽ തീരുമാനപ്രകാരം നിയമിച്ച 65 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥ നടപടി തെമ്മാടിത്തമെന്ന് മേയർ വിശേഷിപ്പിച്ചു. പിരിച്ചുവിടലിനെതിരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിയും രംഗത്തെത്തി. ഇത് സെക്രട്ടറിയുടെ പിടിപ്പുകേടാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ ഉചിതമായ നടപടിയെടുക്കാൻ യോഗം മേയറെ ചുമതലപ്പെടുത്തി. കൗൺസിലിന്റെ കാലാവധി അവസാനിക്കാനിരിക്കുമ്പോൾ C. അച്യുതമേനോന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന അജണ്ട വെച്ചത് അദ്ദേഹത്തെ അപമാനിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ പറഞ്ഞു. എന്നാൽ പ്രതിമ സ്ഥാപിക്കാൻ പിന്തുണ നൽകുമെന്നും കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച മുതൽ KSRTC സ്റ്റാൻഡിന്റെ ഭാഗത്ത് റോഡ് പണി തുടങ്ങുമെന്ന് ജയപ്രകാശ് പൂവത്തിങ്കലിന്റെ ചോദ്യത്തിന് മറുപടിയായി മേയർ പറഞ്ഞു. വിൽവട്ടം സോണൽ ഓഫീസിലെ ജീവനക്കാരനെതിരെ NA ഗോപകുമാർ ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ പരിശോധിച്ച് നടപടിയെടുക്കാൻ മേയർ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. TCV തൃശൂർ.